പ്രിയപ്പെട്ട അമ്മേ, നിന്റെ ഉള്ളിൽ ഈ അഭിഷേക നിറവുണ്ടായാൽ ആ കുടുംബം നിറയും. ആ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറും. ആ കുടുംബത്തിന്റെ അകത്തലങ്ങളിലെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. കാരണം ദൈവം വലിയവനാണ്. ദൈവം ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ കർത്താവ് അത് ചെയ്യാതിരിക്കത്തില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്ക് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക വചനം ഇപ്രകാരമാണ് പറയുന്നത്. 1 യോഹന്നാന്റെ ലേഖനം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം പഠിപ്പിക്കുന്നു. എന്താണ്? ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹം. 16 മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. ദൈവം ആരാകുന്നു? സ്നേഹമാകുന്നു. സ്നേഹശൂന്യത കൊണ്ട് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ, ഭാര്യയുടെ സ്നേഹം കിട്ടാതെ വറ്റി വരണ്ട ഉറവക്കണ്ണുമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു ജീവിത പങ്കാളിയുടെ കൈവശവും നിന്റെ ഹൃദയം നിറച്ച് തരുവോളം സ്നേഹം കൊടുത്തു വിട്ടിട്ടില്ല. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഒരുവൻ മാത്രമാണ്. കുരിശിലേക്ക് നോക്കുക. അവസാനത്തുള്ളി രക്തം പോലും ആ ചങ്കിൽ നിന്ന് മൂറ്റിത്തന്ന് കർത്താവ് നമ്മെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുവചനം. അപ്പോൾ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പൊട്ടിപ്പുറപ്പെട്ടു. അതേ, താൻ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി തൻ്റെ ചങ്ക് തുന്നിച്ചു നോക്കിയവൻ്റെ ആ കണ്ണുകളിലേക്ക് കർത്താവിൻ്റെ മിഴികളിൽ നിന്ന്, കർത്താവിൻ്റെ ചങ്കിൽ നിന്നും അവസാനത്തുള്ളി രക്തവും വെള്ളവും പൊട്ടിപ്പുറപ്പെട്ട് ലോങ്കിനോസ് എന്ന് പറയുന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയെങ്കിൽ, ഈ കർത്താവിനെ 2025-ാം ആണ്ട് അഭിഷേക നിറവ് കൺവെൻഷനിൽ നമ്മളോട് പറയാനുള്ള ഒരു കാര്യം: ക്ഷമിക്കുക, മാപ്പ് കൊടുക്കുക, ഇളച്ചു കൊടുക്കുക, ക്ഷമിക്കുക, എളിമപ്പെടുക, നന്ദി പറയുക. 3 കാര്യമാണ് കർത്താവ് ഈ കൺവെൻഷനിൽ, ഈ 2025-ാം ആണ്ട് അഭിഷേക നിറവ് കൺവെൻഷൻ്റെ 2-ാം ദിവസം എൻ്റെ സഹോദരി സഹോദരന്മാരുടെ കാതുകളിൽ കർത്താവ് മന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങൾ. 1, മാപ്പ് കൊടുക്കുക, കടമിളച്ചു കൊടുക്കുക. ഒന്നെന്താണ്? മാപ്പ് കൊടുക്കുക. ആർക്കൊക്കെ മാപ്പ് കൊടുക്കണം? മാപ്പ് കൊടുക്കാൻ അർഹതയുള്ളവർ ആരാ വീട്ടിലുള്ളേ? മാപ്പ് കൊടുക്കാൻ അർഹതയുള്ളവർ ഏത് അയൽവക്കംകാരാ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് കാരിരും പാണികൾ കൂട്ടിക്കെട്ടിയ ആ കരാങ്കുലികൾ കർത്താവിനെ ചമ്മട്ടിക്കൊണ്ട് അടിച്ചപ്പോഴും കർത്താവിൻ്റെ അധരത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ വാക്കുകൾ മാത്രമല്ലേ പുറപ്പെട്ടുള്ളൂ. ആ കാരിരും പാണികൾ അടിച്ചടിച്ച് കയറ്റിയപ്പോഴും അവൻ അതല്ലേ പറയാനുണ്ടായിരുന്നുള്ളൂ. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, പിതാവേ, നേറ്റ് പറഞ്ഞ് 2 കര ഉയർത്തിക്കൊണ്ട് നേറ്റ് പറഞ്ഞ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഞാനിങ്ങനെ ആളുകൾക്ക് ധാരാളം കൗൺസിലിംഗ് കൊടുക്കുന്നവർ, സ്പിരിച്വൽ ഷെയറിങ്ങിന് അവസരം കൊടുക്കുന്ന ഒരാളാണ്. സ്പിരിച്വൽ ഷെയറിങ്ങിന് ഓരോരുത്തർ ഇങ്ങനെ വന്നു കഴിഞ്ഞ് തങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഒരുപാട് കുറ്റങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഒരിക്കലും ചേച്ചി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ പറഞ്ഞു, ചേച്ചി ഇരിക്കുന്നു പറഞ്ഞു. സിസ്റ്റർ, ഞാനിന്ന് ഇരിക്കത്തില്ല, എൻ്റെ കാര്യം സിസ്റ്റർ കേൾക്കാതെ ഞാൻ ഇരിക്കത്തില്ല. ചേച്ചി, എന്ത് കാര്യമാണ്? സിസ്റ്റർ, ഇന്ന് എൻ്റെ കഴുത്തിൽ കൊലക്കയർ വീണ ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതാണ്ട് ചേച്ചിയുടെ വല്ല പരോളി വന്നതാണ്. ഇപ്പോഴത്തെ ആളുകളുടെ കാര്യം നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ഞാൻ പെട്ടെന്ന് തന്നെ ഇച്ചിരി അടഞ്ഞു കിടന്ന വാതിൽ ഞാൻ നന്നായിട്ട് തുറന്നിട്ട് പേടിച്ചിട്ട്, ഈ കാലഘട്ടം ഇതായിപ്പോയല്ലോ. അപ്പോൾ ഈ ചേച്ചി, സിസ്റ്റർ പേടിക്കൊന്നും വേണ്ട, ഇന്ന് എൻ്റെ 19ാം വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് സിസ്റ്റർ. ഇന്നെൻ്റെ 19. അപ്പോൾ ചേച്ചി തൻ്റെ മനസ്സിൽ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇന്നെൻ്റെ കഴുത്തിൽ കൊലക്കയർ വീണ ദിവസമാണ്. അദ്ദേഹത്തെ ഒന്നും ആയിരുന്നില്ല സിസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ജീവിത പങ്കാളി എത്ര വിവാഹാലോചന വന്നതാ, ആ ഇടക്കാരൻ പറ്റിച്ചിട്ട് പോയതാണ്. ഇങ്ങനെ ഇതുവരെയും തൻ്റെ ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട സഹോദര, കർത്താവിന് ഈ കൺവെൻഷനിൽ നിന്നോട് 3 കാര്യങ്ങൾ പറയാനുണ്ട്. 1, നീ കടം ഇളച്ചു കൊടുക്കണം, നീ മാപ്പ് കൊടുക്കണം. ദൈവം നിന്റെ അന്തരംഗത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷകനും നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് എന്തോ അതറിയുന്നവനുമാണ്. ജീവിത പങ്കാളിയുടെ കുറ്റം ഫോണിൽ കൂടെ പറയുന്ന ചേച്ചി, നിന്റെ ജീവിതത്തിൽ നിനക്കെങ്ങനെ ദൈവാനുഗ്രഹം ഏറ്റെടുക്കാനായിട്ട് സാധിക്കും? ദൈവ അൾത്താരിൽ നിന്നാണ് നമുക്ക് ജീവിത പങ്കാളിയെ ദൈവം തന്നതെങ്കിൽ, നമ്മൾ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിത പങ്കാളിയെ തന്ന ദൈവത്തോടല്ലേ നമ്മൾ മറുതലിക്കുന്നത്? ഈ നരകത്തിലാണ് എന്നെ കൊണ്ടുവന്ന് കെട്ടിച്ചു വിട്ടതെന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ട് വന്നു.
ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ വന്നതിനൊരു കാരണമുണ്ട്. ഞാൻ എൻ്റെ ജീവിത പങ്കാളി 3 വർഷമായി ഞങ്ങൾ മാറി താമസിക്കുകയാണ്. മാത്രമല്ല ഞാൻ ഇന്ന് ഡൈവോഴ്സ് കേസ് കൊടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്. ദയവ് ചെയ്ത സിസ്റ്റർ എനിക്ക് വേണ്ടി അതൊക്കെ എത്രയും പെട്ടെന്നൊന്ന് ശരിയായി എല്ലായിടത്തു നിന്നും ആ കേസിൻ്റെ ഇതൊക്കെ ഒന്ന് കിട്ടാനായിട്ട് സിസ്റ്റർ പ്രാർത്ഥിക്കണം. അത്രമാത്രം അതൊരു ദുഷ്ട മനുഷ്യനാണ്. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചി തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി ഇരിക്കാൻ പറഞ്ഞു. ചേച്ചി വിത്തിൻ 3 days 3 ദിവസത്തിനുള്ളിൽ ചേച്ചിക്കൊരു തീരുമാനമെടുക്കാം. 3 ദിവസം എനിക്ക് തരിക. എനിക്ക് 3 ദിവസം എന്താ, 3-ാമത്തെ ദിവസം ചേച്ചിക്ക് തീരുമാനമെടുത്താന്ന് ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വിടാമെന്ന് പറഞ്ഞു. സിസ്റ്റർ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം, പക്ഷെ ഒരു കാര്യം മാത്രം പറയരുത്. എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാനോ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാനോ ഭർത്താവിൻ്റെ നന്മ പറയാനോ ഇതൊന്നും ഞാനിങ്ങനെ എൻ്റെ ചെകിടിങ്ങനെ അടിച്ചിരിക്കുകയാണ്. ചെകിട് അടിച്ച് പോയി സിസ്റ്റർ, ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയരുതോ. ഞാൻ പറഞ്ഞു ചേച്ചി അതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ചേച്ചി ഒരു കാര്യം ചെയ്യണം. ചേച്ചി എന്തായാലും നിങ്ങൾ ഡൈവോഴ്സിന് പോവുകയാണല്ലോ, ഒരു കാര്യം ചെയ്യുക. ഒന്നാമതായിട്ട് എല്ലാ കടങ്ങളും അങ്ങ് ഇളച്ചു കൊടുക്കുക. നമ്മൾ നീതിവിധിയാളനായ ദൈവത്തിൻ്റെ മുൻപിൽ ഇന്നല്ലെങ്കിൽ നാളെ നിൽക്കേണ്ടവരാണ്. കൊച്ചു പ്രായം മുതൽ നമ്മൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച ആദ്യ കുർബാന ആദ്യ കുമ്പസാരമൊക്കെ ചേച്ചി ഓർക്കുന്നുണ്ടല്ലോ. ചേച്ചി 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായി ചേച്ചി വീട്ടിലിരുന്ന് തന്നെ ചേച്ചിയുടെ പ്രാർത്ഥിക്കുന്ന പായിലിരുന്ന് ഈശോയുടെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് ആ മുഴങ്കാലെ നിന്ന് ചേച്ചി തൻ്റെ ഭർത്താവിന് മാപ്പ് കൊടുക്കണം. ഭർത്താവിൻ്റെ കാലെ പിടിച്ച് തൻ്റെ 18 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ഭർത്താവിൻ്റെ കാലെ സ്വന്തം വീട്ടിലിരുന്ന് ആത്മനാ കണ്ട് ഈശോയുടെ കുരിശുരൂപത്തിൻ്റെ മുൻപിൽ തിരുരക്തം തളം കെട്ടി നിൽക്കുന്ന ആ കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ആ ഭർത്താവിന് ചേച്ചി മാപ്പ് കൊടുക്കണം. ഓരോന്നും ചേട്ടാ 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 എന്ന് വിളിച്ച് ഞാൻ അങ്ങനെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈശോയെ ഞാൻ മാപ്പ് കൊടുക്കുന്നു. ചേട്ടൻ ഇന്നത് പറഞ്ഞതോർത്ത് അത് പറഞ്ഞ് എൻ്റെ ഹൃദയത്തെ കലക്കി, എന്നെ വേണ്ടാന്ന് പറഞ്ഞു, എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, നിന്നേക്കാൾ ഉപരിയായിട്ട് എനിക്ക് അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞു, നിന്നെ ഈ വീട്ടിൽ വന്ന് അന്ന് തോന്നല പ്രശ്നം എന്ന് പറഞ്ഞു, നീ കാല് കുത്തി അന്ന് തുടങ്ങിയാന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഓരോ കാര്യത്തിനും ചേച്ചി മാപ്പ് കൊടുത്ത് ചേച്ചി ഇളവ് ചെയ്ത് കൊടുക്കുക. കടങ്ങളെല്ലാം ഇളച്ചു കൊടുക്കുക. രണ്ടാമതായി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. അവിടെ ഈശോയുടെ മുമ്പിൽ കമിഴ്ന്ന് കിടന്ന് ഈശോയെ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമതായി ചെയ്യേണ്ടത് ഈ ജീവിത പങ്കാളിയെ കിട്ടിയ 19 വർഷം ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ പറഞ്ഞു. 1-ാം ദിവസം വിവാഹം നടന്ന അന്നത്തെ ദിവസം മുതൽ ആ 19 വർഷം അടിയും വഴക്കും ഒക്കെ ആയിരുന്നെങ്കിലും ആ വേവിൻ്റെയും വേദനയുടെയും കലക്കത്തിൻ്റെയും കലഹത്തിൻ്റെയും ഇടയിൽ ദൈവം ചേച്ചിയുടെ ജീവിതത്തിലേക്ക് അയച്ച ചില നന്മകളുണ്ടല്ലോ, അതിനെല്ലാം ഓർത്ത് കടങ്ങളൊക്കെ ഇളച്ചു കൊടുത്ത് നന്ദി പറയാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ചേച്ചി ഒരു കാര്യം ചെയ്യണം, ഒരു വചനം ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ ഒരു വാള് കൈ പിടിച്ചുകൊണ്ട് വേണം, വിശ്വാസത്തോടെ ഈ വാള് കയ്യിലെടുത്ത് വേണം പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഡോക്ടർ ആൻറ്റിബയോട്ടിക് എഴുതി തന്നാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴാണോ ആൻറ്റിബയോട്ടിക് കഴിക്കുക? അത് ഡോക്ടർ പറഞ്ഞ സമയത്താണോ നമ്മൾ കഴിക്കുന്നത്? എപ്പോഴാണ് കഴിക്കുക അപ്പച്ചന്മാരെ? ഡോക്ടർ പറഞ്ഞ സമയത്ത് അലാം വെച്ചിട്ടാണേലും അല്ലെങ്കിൽ എടി എന്നെ ഓർമ്മിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണേലും നമ്മൾ എന്ത് ചെയ്യും? ആൻറ്റിബയോട്ടിക് കൃത്യസമയത്ത് തന്നെ നമ്മൾ കഴിക്കും. അതുപോലെ ഒരു ശ്രദ്ധയും കൃത്യനിഷ്ഠയൊക്കെ ദൈവവചനം വായിക്കാനും പഠിക്കാനും പറയാനും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഈ ചേച്ചിക്ക് ഒരു വചനം കൊടുത്തു. മർക്കോസ് 4:39 ചാക്കോച്ച അടങ്ങുക ശാന്തമാവുക. മർക്കോസ് 4:39 ചാക്കോച്ച അടങ്ങുക ശാന്തമാവുക. അദ്ദേഹത്തിൻ്റെ പേര് ചാക്കോച്ചൻ എന്നാണ്. ചാക്കോച്ച അടങ്ങുക ശാന്തമാവുക. രാവിലെ അങ്ങനെ പറയണം. എന്ത് പറയണം? 101 പ്രാവശ്യം പറയണം. ചേച്ചി വചനം പറയും തോലും വചനത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? വചനത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ആത്മാവും ജീവനും. ഈ ചേച്ചിക്ക് ഇപ്പം എന്താ നഷ്ടപ്പെട്ടു പോയേക്കുന്നത്? ജീവൻ, ആത്മാവിൻ്റെ ശക്തി. ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു, ആത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 3 കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും 3 നേരം പറയണം. ആൻറ്റിബയോട്ടിക് കടിക്കുന്നത് പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഒരു 101 പ്രാവശ്യം ഇങ്ങനെ പറയുക. ചാക്കോച്ച 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 അടങ്ങുക ശാന്തമാവുക. മർക്കോസ് 4:39 ചാക്കോച്ച അടങ്ങുക ശാന്തമാവുക. മർക്കോസ് 4:39 ചാക്കോച്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് പറയണം. മർക്കോസ് 4:39 സിനി അടങ്ങുക ശാന്തമാവുക. മർക്കോസ് 4:39 മിനി അടങ്ങുക സിനി അടങ്ങുക ശാന്തമാവുക. ഇങ്ങനെ ഈ വചനം അങ്ങ് ചെല്ലാൻ പറഞ്ഞു. 1-ാം ദിവസം ആ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ പച്ച മലയാളത്തിലൊരു വചനം പറഞ്ഞെന്ന് വിചാരിച്ച് ചാക്കോച്ചൻ്റെ സ്വഭാവം മാറുമോ? സിസ്റ്റർക്ക് അറിയില്ല ചാക്കോച്ചൻ എന്ന് വെച്ചാൽ ആരാന്ന്. സിസ്റ്റർ അറിയുവാണെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഹോംവർക്ക് തന്ന് വിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി 3 ദിവസത്തേക്ക് ചേച്ചി ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്തു വെച്ചു. അപ്പോൾ അച്ഛനോർത്ത്, അയ്യോ സിസ്റ്റർ ഇന്ന് ക്ലാസ് ഇത്രയും സമയം എടുക്കുന്നതല്ലേ, സിസ്റ്റർക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ കുപ്പിക്കകത്തിരുന്ന വെള്ളം ഒഴിച്ച്
അപ്പോൾ ഈ വെള്ളം കുടിച്ച വഴി എനിക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. എങ്കിലും ഞാൻ അച്ഛൻ നല്ല വെള്ളം തരുവുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ ആ വെള്ളം മുഴുവൻ കുടിച്ചു. അപ്പോൾ എനിക്ക് എന്തൊക്കെ ഒരു അസ്വസ്ഥത തോന്നുക. പെട്ടെന്ന് അച്ഛനത് ശ്രദ്ധിച്ചു. അച്ഛൻ ഓടി അയ്യോ സോറി സിസ്റ്റർ, അതാ ബാറ്ററി വെള്ളം അവിടെ ഇരുന്ന് ആ വെള്ളത്തിൻ്റെ അതായത് ബാറ്ററി വെള്ളമായിരുന്നു, സോറി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ അറിഞ്ഞ് ആ വെള്ളം കുടിച്ചാലും അറിയാതെ വെള്ളം അത് ആസിഡാണെന്ന് മനസ്സിലാക്കാതെ അറിയാതെ എൻ്റെ ആ വെള്ളം ഉള്ളിൽ ചെന്നാലും എന്താണ് സംഭവിക്കുക? പൊള്ളലുണ്ടാകും. ഹല്ലേലൂയ. അറിഞ്ഞ് ഈ തീ ഉള്ളിൽ ചെന്നാലും അറിയാതെ ഈ തീ വിഴുങ്ങിയാലും, അറിഞ്ഞുകൊണ്ട് ഈ തീ വിഴുങ്ങിയാലും അറിയാതെ ഈ തീ വിഴുങ്ങിയാലും എന്താണ് സംഭവിക്കുക? ആത്മാവിനാലും ജീവനാലും നമ്മൾ ഓരോരുത്തരും നിറയും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. സിനിയോട് ഞാൻ പറഞ്ഞു, ഒന്നാം ദിവസം ഞാൻ പറഞ്ഞു, സാരമില്ല സിനി, 3 നേരം എന്തായാലും ഇങ്ങനെ തന്നെ ചികിത്സ, ഞാൻ മടുത്തു കേട്ടോ, വചനം ചൊല്ലിയിട്ട് എനിക്ക് ഒന്നും തോന്നണില്ല. 3 ദിവസം അങ്ങ് ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഏത് ആൻറ്റിബയോട്ടിക് കഴിച്ചാലും ആദ്യത്തെ ദിവസം അധികം ഫലം കണ്ടില്ലേലും 2ാം ദിവസം മുതൽ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും അല്ലേ. 2ാം ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ചാക്കോച്ചനോട് ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങിയേക്കുക, ഞാൻ ചാക്കോച്ചൻ്റെ ബ്ലോക്ക് ഒന്ന് മാറ്റിക്കോട്ടെ ഫോണിന്ന്. ഞാൻ പറഞ്ഞു, മോളെ നിൻ്റെ ഭർത്താവിൻ്റെ ബ്ലോക്ക് മാറ്റുന്നതിന് എന്നോട് ചോദിക്കുന്നത് എന്തിനാ, നീ ബ്ലോക്കൊക്കെ മാറ്റ്. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ വിളിച്ചു, സിസ്റ്റർ ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് തരാവോ? ഹലോ, ആർക്ക്? ഞങ്ങൾക്കൊരു ഞാൻ ആർക്കൊക്കെയാണ്, നിനക്ക് നിൻ്റെ അമ്മയ്ക്ക് ആർക്കൊക്കെ അപ്പോയിൻമെൻറ്റ് വേണ്ടത്? അല്ല സിസ്റ്റർ, ഞങ്ങൾ ഒത്തിരി കാര്യം സംസാരിച്ചു, ഒത്തിരി കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും. സിസ്റ്ററെ, ഇതൊക്കെ ഒന്ന് പണ്ടേ തീർക്കുമായിരുന്നെങ്കിൽ ഈ 3 വർഷം ഞാൻ ഒഴുക്കിയ കണ്ണുനീർ എൻ്റെ ആരോഗ്യവും കളഞ്ഞു, എൻ്റെ കുടുംബത്തിലും അസ്വസ്ഥതയായി, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ബ്ലോക്കും കൂടെ ഉണ്ടായി, എൻ്റെ വേദന ഓർത്തിട്ട് സിസ്റ്റർ ഇതൊക്കെ ഒന്ന് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ, ആ മാപ്പ് കൊടുത്തോണ്ടിരുന്നപ്പോൾ എന്തോ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം 3-ാം ദിവസം 3:30 മണിക്ക് 2 പേരും ഒരു ബൈക്കിൽ കയറി എൻ്റെ മഠത്തിൽ വന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. 2 വചനപ്രകാരമാണ് പറയുന്നത്. 1 സാമുവേൽ 2-ാം അധ്യായം 30-ാം തിരുവചനം. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആദരിക്കാറുണ്ട്. ഏത് പ്രതിസന്ധിയിലും ആദ്യം എടുക്കേണ്ടത് മൊബൈൽ ഫോൺ അല്ല എന്നും, ഏത് പ്രതിസന്ധിയിലും ദൈവവചനം നമ്മൾ കരങ്ങളിൽ എടുത്താൽ ദൈവം നമ്മളെ ചങ്കിലെടുക്കുമെന്നും നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. അടങ്ങുക, ശാന്തമാവുക. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് സിസ്റ്റർക്ക് പറയാനുള്ളത് ഇതാണ്. മാർക്കോസ് 4:39. ജീവിത പ്രതിസന്ധികൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ റെഡിയാണോ ഈ ആൻറ്റിബയോട്ടിക്കുമായിട്ട് ഇന്ന് വീട്ടിലേക്ക് പോകാൻ? ആർ യു റെഡി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? നിങ്ങൾ റെഡിയാണോ ഈ ആൻറ്റിബയോട്ടിക്കുമായിട്ട് വീട്ടിലേക്ക് പോകാൻ? കാരിത്താസിൽ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കാറുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയി ആൻറ്റിബയോട്ടിക്കൊക്കെ എന്ത് കൃത്യമായിട്ട് അലാം വെച്ച് കഴിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അതുപോലൊരു നിഷ്ഠ ദൈവവചനം വിശ്വസിക്കാനും ഏറ്റെടുക്കാനും പ്രഖ്യാപിക്കാനും നമ്മുടെ മേൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ മാറിയനെ. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വചനം പ്രസംഗിക്കുന്ന ഞാൻ ഒരു മാരക രോഗിയാണ്. ഞാൻ ആൻറ്റിബയോട്ടിക്കിനേക്കാൾ അധികമായി, കീമോതെറാപ്പിയേക്കാളും റേഡിയേഷനേക്കാളും അധികമായി ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ചത്, രാവും പകലും ഞാനിട്ട് അയവിറക്കിയത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി കൊണ്ടു നടന്നത്, ഞാൻ ആദരിച്ചത് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിനെയോ ഡോക്ടേഴ്സ് തരുന്ന മരുന്നുകളെയോ മെഡിക്കൽ സയൻസിനെയോ അല്ല. ഞാൻ ആദരിച്ചത് ദൈവവചനത്തെയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഇവിടെ നിന്ന് ഈ ഗുളികയും കഴിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഇന്നിങ്ങനെ പ്രസംഗിക്കുന്നെങ്കിൽ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം ഒരിക്കലും ഫലം കാണാതെ പോയിട്ടില്ല.